അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. നല്ല വേകുന്ന കപ്പ നോക്കി എടുക്കാം. ഇനി ഇതിന്റെ തൊലിയെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം ആ കപ്പയുടെ തൊലിയെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നടുവിലായിട്ട് ഒരു 4 ഭാഗം ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ മുഴുവനും ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കപ്പ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ കപ്പ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ കപ്പ എല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കപ്പ നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് പൂർണ്ണമായിട്ടൊന്ന് മാറട്ടെ. കപ്പയുടെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ചൂട് മാറിയ കപ്പ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കപ്പ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല, നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അഥവാ അത്രയും വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ച് സ്മൂത്ത് ആക്കി എടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് ഒരു ബൗളിലേക്ക് അളന്ന് ഒഴിക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്ത കപ്പയുടെ പേസ്റ്റ് 250 ml കപ്പിന് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഇരിക്കുന്നതും കൂടി എത്ര കപ്പ് ഉണ്ടെന്ന് അളന്ന് നോക്കാം. ബാക്കിയിരിക്കുന്ന നമ്മൾ കപ്പ അടിച്ചെടുത്ത് അളന്ന് നോക്കിയപ്പോൾ 1 കപ്പും കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 250 ml കപ്പിന് 2 കപ്പ് കപ്പയുടെ പേസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. അപ്പൊ 2ാമത്തെ കപ്പ് പച്ചരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ പച്ചരിപ്പൊടിക്കും അനുസരിച്ച് നമ്മളെടുത്ത കപ്പയുടെ ആ പേസ്റ്റിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ചില പച്ചരിപ്പൊടി ഒരുപാട് ഈർപ്പം പിടിക്കും. അപ്പൊ ചില പച്ചരി പൊടിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിന്റെ നനവ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പച്ചരി പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒക്കെ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. 1 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അയമോദകമാണ്. നല്ലൊരു മണവും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയമോദകം ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കരുത്. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നല്ലോണം തിരുമ്മി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. ഞാനിപ്പോൾ 2 കളറിലെയും എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എള്ള് ഏതെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നല്ല ചൂടുള്ള എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിളച്ച എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഒന്ന് കുഴച്ചിട്ട് എടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത മാവ് കറക്റ്റ് ആണ്. ഇനി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇപ്പൊ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കപ്പയുടെ പേസ്റ്റ് നമ്മൾ എടുത്ത അരിപ്പൊടി 2.5 കപ്പ് കറക്റ്റ് അളവാണ്. അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്.
നമ്മൾ മാവ് പിടിച്ചു നോക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മസാല പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട്, സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. മാവ് ഒരുപാട് അങ്ങ് ലൂസ് ആവാൻ പാടില്ല. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ അരച്ചെടുത്ത കപ്പ പേസ്റ്റിൽ തന്നെയാണ് മാവ് മുഴുവനും കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യമേ ഒരുപാട് മാവ് എടുത്ത് ഒരുമിച്ചിടാതെ കുറച്ച് മാവ് ചേർത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കുഴച്ചെടുത്തിൽ നിന്നും കുറച്ച് മിക്സ് അങ്ങ് എടുക്കാം. അപ്പൊ ഇതിൽ നിന്നും കുറച്ച് മിക്സ് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്റ്റാറിന്റെ ചില്ലാണ്. ഇത് സേവനാഴിക്കുള്ളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചില്ലിലും സേവനാഴിക്കുള്ളിലും ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് സേവനാഴിക്കുള്ളിൽ നിറച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനിതാ ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. അപ്പൊ നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് ഇതുപോലെ മുറുക്കി പിഴിഞ്ഞെടുക്കുക. ലാസ്റ്റിൽ ഇവിടെ ഒന്ന് ഒട്ടിച്ചു വെച്ച് കൊടുക്കുക. ഇപ്പൊ വാഴയില ഒരു 6 പിഴിഞ്ഞ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചധികം വാഴയില വെച്ചിട്ട് അപ്പൊ കുറെ നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇലയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇതുപോലെ ഇലയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാഴയില ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഇത് നിങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. കുറച്ചധികം നാള് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണയിൽ ചെയ്തിട്ടെടുക്കാം. സൺഫ്ലവർ ഓയിലോ ഫാം ഓയിലോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോ കുറച്ചല്ലേ ഉണ്ടാക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ പാനിന്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഈ വശവും ഒന്ന് നല്ലോണം മൊരിഞ്ഞ് റെഡിയായി വരട്ടെ. 2 വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആവും. ഇനി എണ്ണയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ നല്ല ചൂടാണ്. അപ്പോൾ ഒരു 6 പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു. ഒരു വശം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ ആവാൻ നിൽക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് മാറും. അപ്പൊ ചെറിയൊരു ഗോൾഡൻ നിറാവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നിങ്ങൾക്ക് മുറുക്കിന്റെ ഷേപ്പിലൊന്നും ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുറുക്കി പിഴിഞ്ഞു കൊടുത്താൽ മതി. അങ്ങ് വലുതായിട്ടങ്ങ് മുറുക്കി പിഴിഞ്ഞ് എടുത്താൽ മതി. പൊട്ടിയൊന്നും പോവില്ല. അപ്പോൾ അതൊന്ന് മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം. അല്ലാതെ നമ്മൾ ചെറിയ മുറുക്കുണ്ടല്ലോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ 2 വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം.
അപ്പൊ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുറുക്കിന്റെ ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ബാക്കിയെല്ലാം നമുക്ക് മുറുക്കിന്റെ ഷേപ്പിൽ ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ ആ കപ്പ വെച്ചിട്ടുള്ള മുറുക്കെല്ലാം എന്താ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, മാവ് ഒരുപാട് കട്ടിയാവാൻ പാടില്ല. കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുറുക്കി പിഴിഞ്ഞ് ഒഴിക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകും. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പൊ ആ ഒരു പരുവത്തിന് വേണം ഈ മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്, കുറെ നാൾ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പൊ ഇതിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ്. അപ്പൊ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ കപ്പ ബാക്കി ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ കപ്പ വീട്ടിലുള്ള സമയത്ത് ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുന്ന ഒരു മുറുക്കാണിത്. ഇതൊന്ന് പൊടിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഇത് നമ്മൾ മുറുക്കിന്റെ ഷേപ്പിലല്ലാതെ വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മൾ മുറുക്കി പിഴിഞ്ഞ് എടുത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള മുറുക്കാണ് ഇത്. ഇങ്ങനെ നമുക്കിങ്ങനെ മുറിച്ച് അങ്ങ് ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടെടുക്കുക. ടേസ്റ്റ് ഒക്കെ രണ്ടും ഒന്നുപോലെ തന്നെയാണ്. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ കപ്പ വെച്ചിട്ടുള്ള ഈ മുറുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്